ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മനോഹരൻ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, അടുത്ത വെള്ളിയാഴ്ച സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണത്തിന് നമുക്ക് രണ്ടുപേർക്കും മേഘ അറിയാതെ പോവാം. ഇതൊക്കെ മേഘ പുറത്തു നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അവളിങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പല്ലിറുമിക്കൊണ്ട്. ഒന്നാമത് സിദ്ധുവും ചന്ദ്രികയും വീണ്ടും കല്യാണം കഴിക്കുന്നത് അവൾക്ക് തീരെ സഹിക്കുന്നൊരു കാര്യമായിരുന്നില്ല. രണ്ടാമത് തൻ്റെ സമ്മതമില്ലാതെ മാമനും അതുപോലെ മുത്തശ്ശിയും പോകുമോ എന്നുള്ളൊരു ദേഷ്യവും. ആ സമയത്ത് മുത്തശ്ശി വല്ലാത്തൊരു വിഷമത്തോടെ പറയാണ്, എടാ അതിന് നമ്മളെ അവർ ക്ഷണിച്ചിട്ടില്ലല്ലോടാ, പിന്നെ നമ്മളെങ്ങനെയാ പോവുക? അപ്പോൾ ചിരിച്ചുകൊണ്ട് മനോഹരം പറയാണ്, ചേച്ചി അഭിമാനവും നാണവും അപമാനഭാരമൊക്കെ തോന്നുന്നവർ മാത്രമാണ് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ടെൻഷൻ ആവേണ്ടതുള്ളൂ. നമുക്ക് പിന്നെ ഇതൊന്നും ഇല്ലല്ലോ. നമ്മൾ വെറും നാണം കെട്ടവരല്ലേ. അത് കേട്ടിട്ട് ദേഷ്യത്തോടെ മുത്തശ്ശി ഇങ്ങനെ നോക്കുകയാണ്. മാമൻ്റെ സംസാരം കേട്ടപ്പോൾ പുറത്തു നിൽക്കുന്ന മേഘയ്ക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ശരി ചേച്ചി, ചേച്ചി വരുന്നില്ലേ വരണ്ട, ഞാൻ എന്തായാലും പോവും. നല്ല ഭക്ഷണമായിരിക്കും. എന്താണെന്നറിയോ, അവിടെ പോയി കഴിഞ്ഞാൽ ഒരു നേരെങ്കിലും വായിക്ക് രുചിയായിട്ട് നല്ല ഭക്ഷണം കഴിക്കാം. അതുകൂടിയാണ് കാരണമെന്ന് പുറത്തുനിന്ന് കേൾക്കുന്ന മേഘയ്ക്ക് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടിയാണ് പോകുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ. ഇങ്ങോട്ട് നോക്ക് ചേച്ചി, ചേച്ചിയുടെ മേഘയുടെ ഇടയിൽ കിടന്നിട്ട് ഞാൻ വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ട്. മേഘ പുറത്തു നിൽക്കുന്നതൊന്നും അറിയാതെയാണ് മനോഹരൻ വീമ്പ് പറയുന്നത്. ഞാൻ തീർച്ചയായിട്ടും കല്യാണത്തിന് പോവുക തന്നെ ചെയ്യും. നീ പോകുന്ന ഉറപ്പാണോ? ആ, ഞാൻ പോവും. അതും പറഞ്ഞിട്ട് മനോഹരൻ എഴുന്നേറ്റ് പോവാണ്. കല്യാണത്തെ കട്ടി കെട്ടി ഓടിപ്പോലമ്മ എന്നും പറഞ്ഞിട്ട്. ആ സമയത്ത് മേഘ പുറത്തു നിന്ന് ചിന്തിക്കുന്നുണ്ട്, ഓ സിദ്ധുവിനും ചന്ദ്രികയ്ക്കും തിരുത്തണിയിൽ വെച്ച് കല്യാണം വീണ്ടും നടത്താൻ പോവുകയാണോ? ഈ കല്യാണം ഒരു കാരണവശാലും ഞാൻ നടത്തിക്കില്ല. ആ ചന്ദ്രിക അവസാനം വരെ ജീവിതം കിട്ടാതെ അലയണം. മേഘ വീട്ടിനകത്തേക്ക് കയറാതെ മുത്തശ്ശിയുടെയും മനോഹരൻ്റെയും കണ്ണിൽപ്പെടാതെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ആ സമയത്ത് ക്ഷേത്രത്തിൽ മഹേഷ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മഹേഷിൻ്റെ അടുത്തേക്കാണ് മേഘ പോയിട്ടുണ്ടായിരുന്നത്. എന്തിനാ പെട്ടെന്ന് കാണാൻ വരാൻ പറഞ്ഞത്? മഹേഷ് ചോദിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, വരുന്ന വെള്ളിയാഴ്ച തിരുത്തണിയിൽ വെച്ച് ചന്ദ്രികയുടെയും സിദ്ധാർത്ഥിൻ്റെയും കല്യാണം നടത്താൻ പോവുകയാണ്. അത് കേട്ടതും മഹേഷ് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതേസമയം തന്നെ അവർ വല്ലാത്ത ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. നിനക്ക് ഉറപ്പുണ്ടോ? ആ, എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. അതെന്താ? ചന്ദ്രികയും സിദ്ധാർത്ഥും നിനക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സിദ്ധാർത്ഥിൻ്റെ ജീവനെ നീ പുറത്തു നിൽക്കുന്നത് ആപത്താണെന്ന് പറഞ്ഞിട്ടാണ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ളത്. നിന്നെ എത്രയും പെട്ടെന്ന് പിടിച്ച് അകത്തിടാൻ വേണ്ടി AC ഓർഡറും ഇട്ടിട്ടുണ്ട്. സത്യമാണോ? അതെ. നീ സിദ്ധുവിനെ കത്തിവെച്ച് കുത്തിയിട്ടുണ്ടായിരുന്നോ? നീ മുഖംമൂടി ധരിച്ചത് കാരണം നിന്നെ ആരും കണ്ടുപിടിക്കില്ലെന്നാണോ നീ കരുതിയത്? ചന്ദ്രിക നീയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ചന്ദ്രികയാണ് തന്നെ ഒറ്റുകൊടുത്തത് എന്നുകൂടി കേട്ടതോടെ മഹേഷിൻ്റെ കോപം ഇങ്ങനെ ഇരട്ടിക്കുന്നുണ്ടായിരുന്നു. അതിനനുസരിച്ച് മേഘ ആളി കത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് നിനക്ക് വേണ്ടി വല വിരിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ കയ്യിൽ നീ അകപ്പെട്ടൊന്ന് വെക്ക്, അവർ നിൻ്റെ കഥ കഴിക്കും. മേഘ ഒന്നുകൂടി അവരെ ഭീഷണിപ്പെടുത്തി പേടിപ്പിക്കുകയാണ്. അപ്പോൾ മഹേഷും പറയുന്നുണ്ട്, എന്തായാലും ഒരു ദിവസം പോലീസ് എന്നെ പിടിക്കുക തന്നെ ചെയ്യും. അതിനു മുൻപ് ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് സിദ്ധുവിനെ കൊന്നു തള്ളിയിട്ട് സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവും. അത് കേട്ടിട്ട് മേഘ പരിഹാസത്തോടെ പുച്ഛത്തോടെ ചിരിക്കുകയാണ്. നീയോ? നീ തന്നെ ഒരു വിവരദോഷിയാണ്. നിന്നെക്കൊണ്ട് ആരെയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മഹേഷ് മറുത്തൊന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. പക്ഷെ അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പം മേഘ ചോദിക്കുകയാണ്, നിന്നോട് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നീ ഇതുവരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇത് മാത്രം നിന്നെക്കൊണ്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന? സിദ്ധാർത്ഥിനെ നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനു മുമ്പ് നിന്നെ പോലീസ് പിടിച്ചിട്ട് പോവും. മേഘ അതും പറഞ്ഞിട്ട് അവൻ്റെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മഹേഷ് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പോലീസ് എന്നെ പിടിക്കുന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു പേടിയുമില്ല. എന്നാൽ അതിനു മുമ്പ് ആ സിദ്ധുവിനെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. കഴിഞ്ഞ തവണ അവൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി ഞാൻ പ്ലാനിട്ട് കഴിഞ്ഞാൽ അവനെ കൊന്നിട്ടേ അടങ്ങുള്ളൂ. മഹേഷ് അവിടെ നിന്നും ബൈക്കിൽ കയറി പോയിട്ടുണ്ടെങ്കിലും മേഘ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. മേഘ മെല്ലെ നടന്നുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, ചന്ദ്രിക ഇപ്പോഴാണ് ഞാൻ മഹേഷിനെ എരികയറ്റി വിട്ടത്. ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും. സിദ്ധുവിൻ്റെ കൂടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാമെന്നുള്ള നിൻ്റെ ആഗ്രഹം അത് നടക്കുമെന്ന് നീ കരുതണ്ട. ഈ ജന്മത്തിൽ നിനക്ക് സിദ്ധാർത്ഥിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. എന്നെ ഇങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് നീ ഒറ്റ ഒരാളാണ്. അതുകൊണ്ട് ഒരു കാലത്തും നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. സിദ്ധാർത്ഥിനെ ഒരു കാലത്തും നീ മോഹിക്കേണ്ട. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് മേഘയും മുത്തശ്ശിയും മനോഹരനും കൂടിയിട്ട്
പുറത്ത് പോയിട്ട് വരികയാണ്. 3 പേരുടെയും കയ്യിൽ ഓരോരോ കവറിൽ സാധനങ്ങളുണ്ടായിരുന്നു, പച്ചക്കറിയും അങ്ങനെയൊക്കെ ആയിട്ട്. വെയിൽ കൊണ്ട് വല്ലാതെ തളർന്നിട്ടാണ് അവർ വരുന്നത്. മുത്തശ്ശിയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് നോക്കി സൂര്യൻ്റെ ചൂടിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിഷമിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, മേഘ, ആ ത്യാഗരാജൻ നമ്മളോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ട് ഇന്നേക്ക് 4 ദിവസമായി. നമ്മൾ ഇനിയും വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാതിരിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ മേഘ അയാളെ നോക്കുകയാണ്. അല്ല മേഘ, നമ്മൾ അയാൾ ഇനിയും തിരിച്ച് വീണ്ടും വന്നിട്ട് നമ്മളെ ആ വീട്ടിൽ നിന്നും കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഒരു വാടക വീട് കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ആ വീടിൻ്റെ താക്കോൽ അവരെ ഏൽപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, വീട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒരു വീടും കിട്ടിയിട്ടില്ല. 3 പേരും നടന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനിടയിൽ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മേഘ, ഞാൻ പറയുന്നത് കൊണ്ട് തെറ്റായിട്ട് നീ കാണണ്ട. നിന്റെ കയ്യിൽ എന്താ ലക്ഷക്കണക്കിന് പണമുണ്ടെന്നാണോ നീ വിചാരിക്കുന്നത്? നിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന പണത്തിന് ഏതെങ്കിലും ഓലക്കുടിലായിരിക്കും വാടകയ്ക്ക് കിട്ടുക. നമ്മൾ നന്നായിട്ട് ജീവിച്ച് ശീലിച്ചവരാണല്ലോ. ഇനി അതൊക്കെ ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഓലക്കുടിൽ പോയിട്ട് ജീവിക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല മേഘ. മേഘ തിരിഞ്ഞ് അവരെ നോക്കുകയാണ്, പിന്നെ എന്താ ചെയ്യാന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ മുത്തശ്ശി ഐഡിയ എന്ന രൂപേണ പറഞ്ഞു കൊടുക്കുകയാണ്, അതുകൊണ്ട് നീ ലക്ഷ്മിയുടെയും മഹേന്ദ്രനെയും കാലിൽ വീണിട്ട് നീ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് ചോദിക്ക്. അത് കേട്ട് മേഘ ഞെട്ടിയിട്ട് മുത്തശ്ശിയെ നോക്കുകയാണ്. മനോഹരനും ഇങ്ങനെ അതൊരു നല്ല ഐഡിയ എന്നുള്ള അർത്ഥത്തിൽ പുഞ്ചിരിക്കുന്നുണ്ട്. മുത്തശ്ശി പറയാണ്, തീർച്ചയായിട്ടും അവർ നിനക്ക് മാപ്പ് തന്നിട്ട് നിന്നെ സ്വീകരിക്കും. അതിനുശേഷം നമുക്കും ആ വലിയ വീട്ടിൽ തന്നെ താമസിക്കാം. അവർക്കത് ആലോചിക്കും തോറും വല്ലാത്ത സന്തോഷം തോന്നുവാണ് ആ വീട്ടിൽ തന്നെ തിരിച്ചെത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട്. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് ആരുടെ അടുത്തും മാപ്പൊന്നും ചോദിക്കാൻ സാധിക്കില്ല. മിണ്ടാതെ വായ പൂട്ടിയിട്ട് വരാൻ നോക്ക്. ഇവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചേച്ചി. മനോഹരനും പെറുപെറുക്കാണ്. അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുന്നിലായിട്ട് കുറച്ച് ദൂരത്തോട്ടൊരു വണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ വണ്ടിയിൽ നിന്നും ഒരുപാട് പ്രസ്സിൻ്റെ ആൾക്കാരാണ് ഇറങ്ങുന്നത്. മൈക്കും അതുപോലെ ക്യാമറയൊക്കെ തൂക്കിയിട്ട് അവർ വരുന്നത് കണ്ട് മേഘ ശരിക്കും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതുമാത്രമല്ല, മുത്തശ്ശിയാണെങ്കിൽ വേവലാതിയോടുകൂടി പറയുന്നുണ്ട്, അയ്യോ, ഇവരൊക്കെ എന്തിനാ ഇപ്പോൾ വരുന്നത്? ഇതുവരെ ഉണ്ടായ അപമാനം പോരാഞ്ഞ് ഇനി ഇവരുടെ വക കൂടി നാണം കെടുത്താനായിരിക്കുമോ വന്നിട്ടുണ്ടാവുക. അപ്പോൾ മനോഹരൻ പറയാണ്, നിങ്ങളുടെ കൊച്ചുമോള് ചെയ്ത കാര്യത്തിന് ഇത് മാത്രമല്ല, ഇനിയും അപമാനപ്പെടാൻ ഒരുപാടുണ്ട്. ഡാ, വായ പൂട്ടി മിണ്ടാതെ നിൽക്ക്. മുത്തശ്ശി മനോഹരനോട് പറയാണ്. അപ്പം അയാൾ പറയുന്നുണ്ട്, എൻ്റെ വായ പൂട്ടാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും, പക്ഷെ അവരുടെ വായ പൂട്ടാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ? മേഘ ശരിക്കും ഭയന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും പ്രസ്സുകാരൊക്കെ മേഘയുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ മേഘയോട് കുറച്ച് ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. മേഘ, ഞങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് തവണ ഫോൺ ചെയ്തു, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? അത് പിന്നെ ഞാൻ കുറച്ച് തിരക്കായിരുന്നു, അതുകൊണ്ടാണ് ഫോൺ എടുക്കാൻ സാധിക്കാഞ്ഞത്. സത്യം എല്ലാവരും അറിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയാതിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഓടി ഒളിക്കുകയാണോ? സിദ്ധു നിങ്ങളെ ബലാത്കാരം ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞങ്ങളെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തതല്ലേ? നിങ്ങൾ പറഞ്ഞതാണ് സത്യമെന്ന് കരുതി ഞങ്ങളെല്ലാവരും അന്ന് നിങ്ങളെയാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷെ നിങ്ങളോ ഇന്ന് ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചിരിക്കുകയാണ്. മേഘ മറുപടിയൊന്നും പറയാതെ ഭയന്ന് നിൽക്കുകയാണ്. അപ്പോൾ മനോഹരൻ ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി, ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്, ഇനി ഇതെവിടെ പോയി അവസാനിക്കുമെന്ന് അറിയില്ല. മേഘ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. ഇങ്ങോട്ട് നോക്കൂ, ഇതുപോലുള്ള മൂർച്ചയേറിയ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് ഉത്തരം പറയാൻ സാധിക്കില്ല. സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കുക. നിങ്ങൾ സത്യമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് മൂർച്ചയേറിയ സംസാരിക്കുന്നത്? അവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ പറഞ്ഞത് കേട്ടിട്ട് സിദ്ധാർത്ഥാണ് നിങ്ങളുടെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് കരുതിയിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും സിദ്ധാർത്ഥിനെതിരെ കുറ്റം ചാർത്തി. ഞങ്ങളാണെങ്കിൽ നിങ്ങളാണ് സത്യം എന്നാണ് ഇത്രയും കാലം വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും വിശ്വസിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ കോടതിയിൽ നിങ്ങൾ തന്നെ നിങ്ങളെ നാവ് കൊണ്ട് പറയുന്നു സിദ്ധാർത്ഥല്ല നിങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെന്നും മനീഷാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നും. മേഘ മറുപടിയൊന്നും പറയാനാവാതെ നിൽക്കുമ്പോൾ മനോഹരനാണെങ്കിൽ സന്തോഷത്തോടെ പറയുന്നുണ്ട്, ഇത് തന്നെ വേണം ഇവക്ക് എന്ന്. അപ്പോൾ പ്രസ്സിൽ വന്ന ഒരാൾ പറയുന്നുണ്ട്, റിപ്പോർട്ടറായിട്ടുള്ള ഞങ്ങൾ കള്ളത്തരമുള്ള ന്യൂസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ മുഴുവൻ ഞങ്ങളെയാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥിനെതിരെ നിങ്ങൾ നടത്തിയ കുറ്റപ്രചാരണം കള്ളമാണെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് മുഴുവനും അതുപോലെ സിദ്ധാർത്ഥിനോടും നിങ്ങളിപ്പോൾ ഈ പ്രസ്സിൽ വെച്ചിട്ട് തന്നെ മാപ്പ് പറയണം. അപ്പോഴും മേഘ പറയുന്നുണ്ട്, എന്തിന് ഞാനെതിരെ മാപ്പ് ചോദിക്കുന്നത്? നിങ്ങളെപ്പോലുള്ള കള്ളത്തരം കാണിക്കുന്ന ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്തതിന് ഞങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്.
നിങ്ങളെപ്പോലുള്ള പെണ്ണുകാരനാണ് മറ്റുള്ള കുടുംബത്തിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ വരുന്നത്. ആ കുടുംബം തന്നെ നശിച്ചു പോവാൻ കാരണം നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരാണ്. കള്ളത്തരം പറഞ്ഞിട്ട് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചതിനും ഞങ്ങൾ പ്രസ്സുകാരെ പറ്റിച്ചതിനും അതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റം സിദ്ധാർത്ഥിൻ്റെ തലയിൽ കെട്ടിവെച്ചതിനും പരസ്യമായിട്ട് നിങ്ങളെല്ലാവർക്കും വേണ്ടി മാപ്പ് പറയണം. പറഞ്ഞത് തന്നെ മുത്തശ്ശിയും മനോഹരനും ചിന്തിക്കുകയാണ്. അപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് മാപ്പ് പറയുന്നത്? എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സിദ്ധാർത്ഥാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അവനെതിരെ കേസ് കൊടുത്തത്. പിന്നീട് അവനല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതിന് ഞാനെന്താ തെറ്റ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ മനോഹരൻ ചിന്തിക്കുന്നുണ്ട്, എന്താ തെറ്റിയെന്ന് പോലും ഇവൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അപ്പോൾ മേഘ പ്രസ്സിനോട് ചോദിക്കുകയാണ്, സിദ്ധു പണം തന്നിട്ട് നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നതാണോ? സിദ്ധുവിനോട് പോയിട്ട് പറ, എന്നെക്കൊണ്ട് മാപ്പ് പറയിക്കാനൊന്നും സാധിക്കില്ലാന്ന്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നവരെ കോർട്ട് വെറുതെ വിടാൻ പാടില്ല. നിങ്ങൾക്കുള്ള ശിക്ഷ കോർട്ട് തന്നെ തരേണ്ടതായിരുന്നു. ആ ശിക്ഷ കിട്ടാത്തത് കാരണമാണ് നിങ്ങൾ ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് ദേഷ്യം വരികയാണ്. ഏയ്, സംസാരിക്കുന്നത് മര്യാദയ്ക്ക് സംസാരിക്കേ, ഇല്ലേ എൻ്റെ സ്വഭാവം മാറും. മേഘ, മുത്തശ്ശി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. കാരണം അതൊക്കെ അവർ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിലൊരാൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ മേഡം ഇങ്ങനെ ചൂടാവുന്നത്? ഇവർ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? സമൂഹത്തിൽ നിലയും വിലയുമുള്ള ഒരു കുടുംബത്തിലെ അംഗത്തെ പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഞങ്ങളെയാണ് നിങ്ങൾ കരുവാക്കിയത്. അതുകൊണ്ട് ഈ കാരണം ഏറ്റുപറഞ്ഞ് എല്ലാവർക്കും മുന്നിൽ, പ്രത്യേകിച്ച് ആ കുടുംബക്കാർക്ക് മുന്നിൽ നിങ്ങൾ മാപ്പ് ചോദിച്ചേ മതിയാകൂ. അപ്പോൾ മേഘ പറയുന്നുണ്ട്, മാപ്പൊന്നും ചോദിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല, മര്യാദയ്ക്ക് പോവാൻ നോക്ക്. അപ്പോൾ അവരും പറയുന്നുണ്ട്, മാഡം കുറച്ചുകൂടി മര്യാദയോടുകൂടി സംസാരിക്കേ. ഏയ്, മര്യാദയോടെ സംസാരിച്ചില്ലെങ്കിൽ എന്താണ് നീയൊക്കെ ചെയ്യുക? എന്ത് ചെയ്യാനാ? നിങ്ങളുടെയൊക്കെ ഈ തൊലഞ്ഞ ചാനലിൽ എനിക്കെതിരെ കുറച്ച് ന്യൂസ് ഇടും, അത്രയല്ലേ ഉള്ളൂ. പോയി കൊടുക്ക്, എനിക്കതൊന്നും വലിയ വിഷയമല്ല, മേഘ പുച്ഛത്തോടെ പറയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, മേഘ മര്യാദ എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ചുപോലും അറിയില്ലേ? ഒരാളെ നാണം കെടുത്തണമെന്ന് വെച്ചിട്ട് സ്വയം അഭിമാനം പോലും നഷ്ടപ്പെടുത്തിയിട്ട് മാനവും അഭിമാനവും വിട്ടിട്ട് കളിക്കാൻ വരെ നിങ്ങൾ തയ്യാറാണല്ലേ? അതായത് കേവലം മോശമായൊരു സ്ത്രീയായിട്ടാണ് മേഘയെ ഉപമിക്കുന്നത്. അത് കേട്ടതും മേഘയ്ക്ക് വല്ലാത്ത ദേഷ്യവും അതുപോലെ തന്നെ അവൾ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അവളുടെ മാനത്തെക്കുറിച്ചാണ് ആ പെണ്ണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അത് കേട്ട് മനോഹരനും മുത്തശ്ശിയും പോലും ഷോക്കായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു പെണ്ണിനെ നടുറോഡിൽ വിളിച്ചു നിർത്തി പറയുന്നു എന്ന് കേട്ടിട്ട്. അപ്പോൾ മീഡിയാസ് പറയുന്നുണ്ട്, ഒരു പെണ്ണ് ഏറ്റവും അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന കാര്യമാണ് അവളുടെ മാനം. അതുപോലും വേറൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന നിങ്ങൾക്ക് സ്വല്പം പോലും നാണോ അഭിമാനവും ഇല്ലയെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. നിങ്ങൾ കാരണം പെണ്ണുങ്ങൾക്ക് മുഴുവൻ വല്ലാത്ത അപമാനമാണ്. അത് കേട്ടതും മേഘയ്ക്ക് അവളുടെ കൺട്രോൾ നശിച്ചിട്ടുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന കവർ അവിടെ ഇട്ടിട്ട് വന്നിട്ട് ആ പെണ്ണിനോട് പറയാണ്, എന്താടി നീ പറഞ്ഞേ എന്ന് പറഞ്ഞ് അവളുടെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടിട്ട് മനോഹരനും മുത്തശ്ശിയും ഞെട്ടിപ്പോയി. അതൊക്കെ ക്യാമറയെ പകർത്തുന്നുണ്ടായിരുന്നു. ഇനി ഒരു തവണ കൂടി നീ ഇതുപോലൊരു സംസാരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മേഘ അവളെ നോക്കുമ്പോഴേക്കും പ്രസ് മുഴുവൻ മേഘയ്ക്കെതിരായിട്ട് വരികയാണ്. എന്താ മേഡം നിങ്ങൾ ചെയ്തത് എന്ന് ചോദിച്ചിട്ട്. തെറ്റ് നിങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ഞങ്ങളെയാണോ കുറ്റം പറയുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത സിദ്ധാർത്ഥിനെതിരെയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും അവരവരെ വായിക്ക് വന്നതൊക്കെ മേഘയെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതൊക്കെ ക്യാമറയിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ മനോഹരൻ ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി ഈ പ്രശ്നം ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്ന് ഞാൻ ചേച്ചിയോട് ആദ്യമേ പറഞ്ഞതല്ലേ. അപ്പോൾ മുത്തശ്ശിയും ഭയന്നുകൊണ്ട് പറയുന്നുണ്ട്, ഏയ് നീ മിണ്ടാതെ നിൽക്കാൻ നോക്കടാ, ഇനി അടുത്തതായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് വല്ലാതെ പേടിയാവുക. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മേഘ അവർക്ക് നേരെ തട്ടിക്കയറാണ്. പക്ഷെ അവരെല്ലാവരും കടന്നൽക്കൂട്ടം ആക്രമിക്കുന്നത് പോലെ മേഘയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ ഓരോരുത്തരും പറഞ്ഞിട്ട് മേഘ ഇങ്ങനെ നാണം കെടുത്തുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മേഘ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് എല്ലാവരും ഇവിടുന്ന് പോവാൻ നോക്ക്, നിങ്ങൾ മറുപടി പറഞ്ഞേ മതിയാവൂ എന്നൊക്കെ പറഞ്ഞ് അവർ മേഘ ഇങ്ങനെ പ്രവോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്ക് മറുപടി തരേണ്ട ഒരു കാര്യവുമില്ല എന്ന് മേഘ തിരിച്ചു പറയുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്സിലുള്ള ഓരോ പെൺകുട്ടികളെ മേഘ ഉപദ്രവിക്കുകയാണ്. അവരുടെ ചെകുറ്റത്തൊക്കെ അടിക്കുന്നുണ്ട്. ഓരോരുത്തർ ഉപദ്രവിക്കുന്നതനുസരിച്ചിട്ട് മുത്തശ്ശിയും മനോഹരനും പിന്നീന്ന് പറയുന്നുണ്ട്, മേഘ വേണ്ട എന്നൊക്കെ പറയാണ്. പക്ഷെ അതൊന്നും മേഘ കേൾക്കുന്നില്ല. അവളിങ്ങനെ അവരെ ഷൗട്ട് ചെയ്യും, അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ക്യാമറയിൽ പകർത്തുന്നതിനൊപ്പം തന്നെ അവരിങ്ങനെ ഓരോന്ന് പറയുകയും ചെയ്യുന്നുണ്ട് മേഘയെ.
ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് കരുതി ഞങ്ങൾ പോകുന്നൊന്നും വിചാരിക്കണ്ട. പ്രശ്നം എത്രത്തോളം വഷളാവാൻ പോകുന്നു നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ എന്നൊക്കെ മീഡിയാസ് മേഘയെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും അവൾ വീഴുന്നോ അല്ലെ അവൾക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാനാ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവൾ അവർക്ക് നേരെ ഓരോന്നും ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞേ പറ്റൂ, എവിടെയും പോയി ഒളിക്കാനൊന്നും കരുതണ്ട, നിങ്ങളോട് ഇവിടുന്ന് പോവാനാ പറഞ്ഞത്. നിങ്ങൾ തീർച്ചയായിട്ടും മാപ്പ് പറഞ്ഞിട്ടേ ഞങ്ങൾ നിങ്ങളെ ഇവിടുന്ന് വിടുള്ളൂ. നിങ്ങളാണ് ആദ്യം ഞങ്ങളുടെ ദേഹത്ത് കൈവച്ചത്, പോവാനല്ലേ പറഞ്ഞത് എന്നൊക്കെ മേഘ ഇങ്ങനെ അവരോട് ഷൗട്ട് ചെയ്യുമ്പോഴും അവർ മേഘയുടെ കയ്യിലൊക്കെ കയറി പിടിക്കുകയാണ്. ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയാണ് മനോഹരനും മുത്തശ്ശിയും. നിങ്ങളാണ് ആദ്യം ഞങ്ങളെ ഉപദ്രവിച്ചത്, അതുകൊണ്ട് ഞങ്ങളോട് നിങ്ങൾ മാപ്പ് പറഞ്ഞേ പറ്റൂ എന്നവർ ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ്. മേഘയാണെങ്കിൽ ഒന്നും ചെയ്യാനാവാതെ അവർക്കിടയിൽ കിടന്ന് പരിങ്ങുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ട് പോവാണെന്നുള്ളത്. അവർ മനോഹരനോട് പറയുന്നുണ്ട്, മനോഹര, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോവാണെന്നാണ് തോന്നുന്നത്, നീ എത്രയും പെട്ടെന്ന് പോയി അവരുടെ കയ്യിൽ നിന്ന് മേഘയെ ഒന്ന് രക്ഷിക്കാൻ നോക്ക്. എന്താ പറഞ്ഞത്? ഞാൻ പോയി രക്ഷിച്ചിട്ട് മേഘയെ കൂട്ടിക്കൊണ്ട് വരാനോ? ചേച്ചി, ഞാനിപ്പോൾ അവരുടെ ഇടയിൽ പോവുകയാണെങ്കിൽ ഞാനും അവരുടെ ശത്രുവാകും. അവർ മേഘയ്ക്ക് വെച്ച തല്ലിൽ നിന്ന് എനിക്കും കുറച്ച് തരും. ഒന്നും മിണ്ടാതെ നിൽക്ക് ചേച്ചി. ആ സമയത്ത് മീഡിയാസും മേഘയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. മേഘ അവരോട് മാപ്പ് പറയുന്നില്ല എന്ന് മാത്രമല്ല അവരോടൊക്കെ അവിടെ നിന്ന് പോകാൻ വേണ്ടി പറഞ്ഞിട്ട് അവൾ ഷൗട്ട് ചെയ്യാണ്. അപ്പോൾ അവർ മേഘയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനൊക്കെ എന്തായാലും ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്നിട്ട് അവർ തന്നെ പരസ്പരം പറയാണ്, ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, വാ പോവാം. അവരെല്ലാം അവിടെ നിന്ന് ദേഷ്യത്തോടെ പോവുകയാണ്. മേഘയാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് തനിച്ചിട്ട്. മനോഹരൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പോവാൻ നോക്ക്. എന്നിട്ട് അവർ വണ്ടി കയറി പോകുമ്പോൾ പറയുന്നുണ്ട്, ഇവിടുന്ന് ഷൂട്ട് ചെയ്തതൊന്നും ടി വിയിൽ ഇനി ടെലികാസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. അവർ പോയപ്പോൾ മനോഹരൻ മേഘയോട് പറയുന്നുണ്ട്, മേഘ, ആരോട് വേണമെങ്കിലും വഴക്കുണ്ടാക്കാം, പക്ഷെ മീഡിയയോടും പ്രസ്സിനോടൊന്നും വഴക്കുണ്ടാക്കരുത് മേഘ. അവർ പത്രത്തിലും ടി വിയിലും ഒക്കെ നമ്മളെക്കുറിച്ച് മോശമായിട്ട് എഴുതും മേഘ. അത് കേട്ട് മേഘ പറയുന്നുണ്ട്, മിണ്ടരുത്. അവരത്രയും പേര് ചേർന്നിട്ട് എന്നെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും കാഴ്ചക്കാരെ പോലെ നോക്കി നിന്നു അല്ലേ? കാണിച്ചു തരാം ഞാൻ എന്ന് മേഘ ദേഷ്യത്തോടെ പറയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.